ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഉപയോഗത്തിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്ന ഓയിൽ കവർ വെച്ചിട്ട് നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ എലി, പല്ലി, പാറ്റ, പെരിച്ചാഴി എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്സും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ കിച്ചണിൽ ഓയിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇത്തരം കുപ്പികളിൽ എണ്ണയൊക്കെ ഒഴുകി പരന്ന് നമ്മളത് പിടിക്കുമ്പോൾ കയ്യിൽ നിന്നും വഴുതി താഴെ വീഴാറില്ലേ? ഇങ്ങനെ ഓയിലൊക്കെ ഒഴുകി പരന്നാലും ബോട്ടിൽ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി താഴെ പോകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു സോക്സാണ്. ഇതുപോലെ ചെറിയൊരു സോക്സ് എടുത്താൽ മതി. സോക്സിനുള്ളിലേക്ക് നമ്മുടെ ഓയിൽ ബോട്ടിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വയ്ക്കാം. ദേ കണ്ടോ, എണ്ണക്കുപ്പിയുടെ മുകൾ ഭാഗം വരെ നമ്മുടെ സോക്സ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര എണ്ണ വീണാലും ഈ സോക്സ് വലിച്ചെടുത്തോളും. നമ്മുടെ കൈ വഴുതി കുപ്പി ഇനി ഒരിക്കലും താഴെ പോവില്ല. വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. കിച്ചണിലൊക്കെ വെച്ചേക്കുന്ന വേസ്റ്റ് ബിന്നിലേക്ക് വേസ്റ്റ് വെറുതെ അങ്ങ് ഇടാറാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ആ പാത്രത്തിലെ വേസ്റ്റ് കളയുന്നതിനോടൊപ്പം തന്നെ ആ പാത്രവും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായി വരും. ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു നോക്കൂ. നമുക്ക് ആ വേസ്റ്റ് മാത്രം എടുത്താൽ കളഞ്ഞാൽ മതി. പാത്രം കഴുകേണ്ട ആവശ്യമേ വരുന്നില്ല. ഇതുപോലെ നമ്മൾ കളയാനായിട്ട് വെച്ചേക്കുന്ന ഒരു ഷെമ്മി കവർ എടുത്ത് ആ വേസ്റ്റ് ബിന്നിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി എന്ത് വേസ്റ്റ് വേണേലും നമുക്ക് ഈ ബിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിന്നിൽ ഒട്ടും അഴുക്ക് പിടിക്കില്ല. കവർ നിറഞ്ഞു കഴിയുമ്പോൾ ഈ കവർ മാത്രം എടുത്തങ്ങ് മാറ്റിയാൽ മതി. നമ്മുടെ ബിന്ന് നല്ല സൂപ്പറായിട്ടിരുന്നോളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വീട്ടമ്മമാർക്ക് ഒത്തിരി പാട് പിടിച്ച ഒരു പണിയാണ് ഉള്ളിയുടെയും സവാളയുടെയൊക്കെ തൊലി കളഞ്ഞെടുക്കുക എന്നത്. കണ്ണൊക്കെ എരിഞ്ഞ് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളം വന്ന് വല്ലാത്തൊരവസ്ഥയാണത്. ഇങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്തു വെച്ചാൽ ഉള്ളിയും സവാളയൊക്കെ തൊലി കളയുമ്പോൾ ആർക്കും കരയേണ്ടി വരില്ല. ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണ് കേട്ടോ ഇത്. ചെറിയൊരു കഷ്ണം കോട്ടൺ തുണിയോ കുഞ്ഞു കോട്ടൺ ടവലോ വെള്ളത്തിലിട്ട് നന്നായിട്ട് നനച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കത്തിയുടെ പിടിയിൽ ഒന്ന് കെട്ടിവെക്കാം. ഇങ്ങനെ ചെയ്തു വെച്ചാൽ വളരെ ഈസി ആയിട്ട് കണ്ണെരിയാതെ ഒരു തുള്ളി വെള്ളം പോലും കണ്ണിൽ നിന്ന് വരാതെ നമുക്ക് ഉള്ളിയെല്ലാം തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം. വിഷമോ കെണിയോ ഹാംഫുള്ളായ കെമിക്കൽസോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ല ടിപ്പാണ് ഇനി പറയുന്നത്. ഞാനിവിടെ 2 സ്പൂൺ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ശർക്കര ചീകിയത് കൂടി ചേർത്ത് കൊടുക്കാം. എലിക്കും പെരിച്ചാഴിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് ശർക്കരയും ഗോതമ്പ് പൊടിയൊക്കെ. അതിൻ്റെ ആ സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ ഇവയെ അട്രാക്റ്റ് ചെയ്യും. ഇനി വേണ്ടത് 2 ടാബ്ലറ്റ്സ് ആണ്. പാരസെറ്റമോൾ ടാബ്ലറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പേപ്പറിലേക്ക് വെച്ച് ഇതൊന്ന് പൊടിച്ചതിന് ശേഷം ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയും ശർക്കരയും ഗുളിക പൊടിച്ചതൊക്കെ കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് മീനൊക്കെ വറുത്തതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല എണ്ണയൊന്നും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻ വറുത്തതിൻ്റെ ബാക്കിയോ പപ്പടം വറുത്തതിൻ്റെ ബാക്കിയോ ഒക്കെ കളയാനായിട്ട് വെച്ചേക്കുന്ന എണ്ണ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഈ എണ്ണയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എലികൾക്ക്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എലികൾ ഇതിനടുത്തേക്ക് വരും. 1 സ്പൂൺ വെച്ചതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാതെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് വിനാഗിരി മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്നത് പോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അധികം അങ്ങ് ലൂസായി പോകാനും പാടില്ല, കട്ടിയായി പോകാനും പാടില്ല. അങ്ങനെ ഒരു മീഡിയം സൈസിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്ത മാവ് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. എണ്ണയോ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതാണ് ഈ ഓയിൽ കവർ. ഈ ഓയിൽ കവർ വെച്ചിട്ടാണ് നമ്മുടെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയൊക്കെ തുരത്തി ഓടിക്കുന്നത്. ഒരു കത്രിക കൊണ്ട് നമുക്ക് ഈ കവറിൽ നിന്നും കുറച്ച് ഭാഗം ഇങ്ങോട്ട് മുറിച്ചെടുക്കാം. വളരെ തിന്നായിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ. നീളത്തിൽ മുറിച്ചെടുത്ത പീസുകളെല്ലാം കൂട്ടി വെച്ച് ഇതുപോലെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. എത്രയും ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി വേണം ഈ ഓയിൽ കവർ മുറിച്ചെടുക്കാൻ. വെറുതെ വലിച്ചെറിയുന്ന ഓയിൽ കവർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണിത്. ഇതേ നോക്കിയേ, ഓയിൽ കവർ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ആ കുഴച്ച് വെച്ചേക്കുന്ന ഡോ എടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങാപ്പീരയൊക്കെ വെക്കുന്നത് പോലെ നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് കവർ എടുത്ത് ഈ മാവിനുള്ളിലേക്ക് വെച്ച് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. കവറിൻ്റെ ഒട്ടും തന്നെ പുറമെ കാണാത്ത രീതിയിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ.
പുറമെ കവർ കണ്ടാൽ ഒരു പക്ഷേ എലി ഇത് തിന്നാതിരിക്കും. എലി ശല്യം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഉരുളകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ. വൈകുന്നേരമാണ് എലികളൊക്കെ തീറ്റ തടി പുറത്ത് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എലികൾ വരുന്ന ഒരു വഴിയേ ഉണ്ടാവില്ലേ, അവിടെ നമുക്ക് ഇതുപോലുള്ള ഉരുളകൾ ഉണ്ടാക്കി വെക്കാം. അതുപോലെ തന്നെ അടുത്ത കേലിപ്പൊത്തുണ്ടെങ്കിൽ ആ പൊത്തിലേക്കും ഇതുപോലെ ഉരുളകൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരയുടെയും ഗോതമ്പൊടിയുടെയും ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ട് എലികളും പെരിച്ചാഴികളൊക്കെ ഉറപ്പായിട്ടും ഇതൊന്നും തിന്നും. ഇതിൻ്റെ കുറച്ചെങ്കിലും അവ കഴിച്ചാൽ മതി. ഇതിലുള്ള ഗുളികയും പ്ലാസ്റ്റിക് കവറും ഒക്കെ അവയുടെ വയറ്റിൽ ചെന്ന് വയറ് വീർത്ത് പ്രാണനം കൊണ്ട് അവയൊക്കെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. കന്നുകാലികളൊക്കെ പ്ലാസ്റ്റിക് കവർ തിന്ന് ചത്തെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ എലികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വ്യൂവേഴ്സ്.